നിങ്ങൾ എന്നെ ഏൽപ്പിച്ച നഗരം ഉത്തരവാദിത്വത്തോടെ ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. അതൊരിക്കലും LDF ആണ് ഭരിച്ചത് എന്നതുകൊണ്ട്, ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്തത് എന്നതുകൊണ്ട് ഞങ്ങൾ അതിനെ ഒന്നും LDF ആയി മാത്രം കാണുന്നില്ല. കാരണം ഈ നഗരം LDFന്റെ അല്ല, ഈ നഗരം കൊച്ചി മേയറായിരുന്ന അനിൽകുമാറിൻ്റെതല്ല, ഈ നഗരം നിങ്ങളുടേതാണ്. നിങ്ങളുടെ നഗരം നോക്കി നടത്താൻ ഏൽപ്പിച്ച സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകൻ മാത്രമായിരുന്നു ഞാൻ. എൻ്റെ സഹപ്രവർത്തകരായ മുഴുവൻ പേരെയും ചേർത്ത് പിടിച്ചാണ് ഈ നഗരം മുന്നോട്ട് പോയത്. എല്ലാവരെയും സഹകരിപ്പിച്ചാണ് മുന്നോട്ട് പോയത്. ആ സംസ്കാരം എന്നെ പഠിപ്പിച്ചത് നിങ്ങളാണ്, കൊച്ചിയിലെ ജനങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനമായി ഭരണാധികാരി എന്ന നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സംതൃപ്തമായി നിങ്ങളുടെ കാൽക്കൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി എനിക്ക് കഴിയാവുന്ന നിലയിൽ പൂർത്തീകരിച്ചതിന് ശേഷം അത് തിരികെ ഉപചാരപൂർവ്വം, നന്ദിയോടെ, കൃതാർത്ഥതയോടെ, ഒരിക്കലും എൻ്റെ മനസ്സിൽ ഉറവറ്റാത്ത സ്നേഹത്തോടെ, സംതൃപ്തിയോടെ, എല്ലാ നിലയിലുമുള്ള മനുഷ്യത്വത്തോടെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നു. സംതൃപ്തമായ 5 വർഷമാണ് കടന്നുപോയത്. കൊച്ചിയിലെ ജനങ്ങൾ ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ ഒരു ഭരണമാണ് ഏൽപ്പിച്ചത്, ഭൂരിപക്ഷമില്ലാത്ത ഭരണം. പക്ഷേ ഞങ്ങൾ നിരാശപ്പെട്ടില്ല. ജനാധിപത്യത്തിൽ ആര് ഭരിക്കണമെന്നും എത്ര സീറ്റ് ലഭിക്കണം എന്നും നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് നിങ്ങളുടെ നഗരത്തെ 5 വർഷം ഞാൻ പരിപാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൗൺസിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത പരിഗണനകൾക്ക് അതീതമായി, ഇന്ത്യയുടെ ഭരണഘടന ആഗ്രഹിക്കുന്ന പക്ഷപാതിത്വമില്ലാതെ, മറ്റ് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയും കടന്നുകൂടാതെ നിങ്ങളുടെ സ്വത്ത്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച സ്വത്ത് കഴിയുന്നത്ര ഭംഗിയായി സംരക്ഷിച്ച് തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രതിസന്ധികളെയും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. ബ്രഹ്മപുരത്തെ പ്രതിസന്ധി പരിഹരിച്ചത്, നമ്മുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കിയ K-സ്മാർട്ട് പദ്ധതി, വെളിച്ചത്തിന്റെ പുതിയ നാമ്പുകൾ തുറന്ന LED ലൈറ്റുകൾ, വെളിച്ച വിപ്ലവം എന്ന് ആളുകൾ വിളിക്കുന്ന ഈ മാറ്റങ്ങൾ, നിങ്ങളുടെ റോഡുകൾ കൂടുതൽ സഞ്ചാരപരമായ റോഡുകളാക്കി മാറ്റിയത്, ഒട്ടേറെ കാലമായി ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവരും ധരിച്ച കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിരം, പാവപ്പെട്ട മനുഷ്യരെ 390-ലധികം പേരെ നമ്മുടെ തുരുത്തിയിൽ പുനരധിവസിപ്പിച്ച 2 വൻകിട ഫ്ളാറ്റുകൾ, എറണാകുളം മാർക്കറ്റ്, 10 മേയർമാർ കല്ലിട്ടുപോയ എറണാകുളം മാർക്കറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കൊച്ചി നഗരത്തിന്റെ എല്ലാ ഓപ്പൺ സ്പേസുകളും നമ്മൾ മനോഹരമാക്കിയ പൊതു ഇടങ്ങളാക്കി മാറ്റി. കലാകാരന്മാർ നമ്മുടെ സമ്പത്താണ് എന്ന് നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ ഇരുന്നു പറഞ്ഞു. നമ്മൾ അവർക്ക് വേണ്ടി ആർട്ട് സ്പേസ് കൊച്ചി സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നർത്തകരെ നമ്മൾ എറണാകുളത്ത് കൊണ്ടുവന്നു. നമ്മൾ ഡാൻസ് ഫെസ്റ്റ് കഴിഞ്ഞ 4 കൊല്ലമായി നടത്തുന്നു. കഴിഞ്ഞ കൗൺസിൽ കാലത്ത് ആരംഭിച്ച മാരത്തോൺ ഭരണം മാറിയെങ്കിലും, രാഷ്ട്രീയത്തിന്റെ നിറം മാറിയെങ്കിലും മാരത്തോണിന് യാതൊരു മാറ്റവും വന്നില്ല. സച്ചിൻ ടെണ്ടുൽക്കർ എല്ലാ വർഷവും അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ ശാപമോക്ഷം നൽകാൻ നടത്തിയ പ്രവർത്തനങ്ങൾ, എറണാകുളത്ത് ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും KMRലും എല്ലാ IAS ഉദ്യോഗസ്ഥരുമായും ഏറ്റവും നല്ല ബന്ധം സൂക്ഷിച്ചത്, കേന്ദ്ര സംസ്ഥാന ഫണ്ടിൽ 1 രൂപ പോലും പാഴാക്കാതെ, പലപ്പോഴും സ്മാർട്ട് സിറ്റിയുടെ കഥ പറയുന്നത് പോലെ 1000 കോടി പദ്ധതി ഞങ്ങൾ 1030 കോടിയായി നടപ്പിലാക്കുകയാണ് ചെയ്തത്. കേരളത്തെപ്പറ്റി നിങ്ങൾ പണം ചെലവാക്കാത്ത ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ചോദ്യചിഹ്നം പോലും ഇടാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തി. ഏറ്റവും അവസാനം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സമൃദ്ധി, കൊച്ചിയിലെ മനുഷ്യർ വിശപ്പ് ഉള്ളവരാകരുത്, വിശപ്പില്ലാത്ത ഒരു നഗരമുണ്ടാകണം, വിശപ്പ് രഹിത നഗരമുണ്ടാകണം. കേവലം 10 പേരിൽ നിന്ന് ആരംഭിച്ച് 200-ലേറെ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനം. നിങ്ങൾ കൊച്ചിക്കാർക്ക് അഭിമാനപൂർവ്വം പറയാം, ഇത് ഞങ്ങളുടെ പദ്ധതിയാണ്, കൊച്ചി കേരളത്തിന് സമ്മാനിച്ച പദ്ധതിയാണ്. പാവപ്പെട്ട ഒരു വീട്ടമ്മ മകളുമായി ഒരു ഇന്റർവ്യൂവിന് ഈ കൊച്ചിയിലേക്ക് വന്നാൽ അവർക്ക് 100 രൂപ താമസ സൗകര്യം ഒരുക്കാൻ കഴിയുന്ന ഷീ ലോഡ്ജ്. പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾ LDFന്റെ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ച മിക്കവാറും കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി എല്ലാവരും നടക്കില്ലെന്ന് തീരുമാനിച്ച തമ്മനം പുല്ലേപ്പടി റോഡും ആരംഭിക്കാൻ പോകുന്നു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. അറ്റ്ലാന്റിസിലും വടുതലയിലും പുതിയ ROBകൾ വരുന്നു. KMRLന്റെ നേതൃത്വത്തിൽ വാട്ടർ മെട്രോ കൊച്ചി നഗരസഭയുടെ കൂടി സഹായത്തോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച നഗരം ഉത്തരവാദിത്വത്തോടെ ഞാൻ
നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. അതൊരിക്കലും LDF ആണ് ഭരിച്ചത് എന്നതുകൊണ്ട്, ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്തത് എന്നതുകൊണ്ട് ഞങ്ങൾ അതിനെ ഒന്നും LDF ആയി മാത്രം കാണുന്നില്ല. കാരണം ഈ നഗരം LDFന്റെ അല്ല, ഈ നഗരം കൊച്ചി മേയറായിരുന്ന അനിൽകുമാറിൻ്റെതല്ല, ഈ നഗരം നിങ്ങളുടേതാണ്. നിങ്ങളുടെ നഗരം നോക്കി നടത്താൻ ഏൽപ്പിച്ച സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകൻ മാത്രമായിരുന്നു ഞാൻ. എൻ്റെ സഹപ്രവർത്തകരായ മുഴുവൻ പേരെയും ചേർത്ത് പിടിച്ചാണ് ഈ നഗരം മുന്നോട്ട് പോയത്. എല്ലാവരെയും സഹകരിപ്പിച്ചാണ് മുന്നോട്ട് പോയത്. ആ സംസ്കാരം എന്നെ പഠിപ്പിച്ചത് നിങ്ങളാണ്, കൊച്ചിയിലെ ജനങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനമായി ഭരണാധികാരി എന്ന നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സംതൃപ്തമായി നിങ്ങളുടെ കാൽക്കൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി എനിക്ക് കഴിയാവുന്ന നിലയിൽ പൂർത്തീകരിച്ചതിന് ശേഷം അത് തിരികെ ഉപചാരപൂർവ്വം, നന്ദിയോടെ, കൃതാർത്ഥതയോടെ, ഒരിക്കലും എൻ്റെ മനസ്സിൽ ഉറവറ്റാത്ത സ്നേഹത്തോടെ, സംതൃപ്തിയോടെ, എല്ലാ നിലയിലുമുള്ള മനുഷ്യത്വത്തോടെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നു. നിങ്ങളുടെ പുതിയ ഭരണാധികാരിയെ ഈ നഗരത്തെ ഏൽപ്പിക്കുക.